Yo, hello guys, and it's me Akib. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നതെന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു പാക്കേജ് ഉണ്ട്. ആ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സിങ് ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ ഇത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം നമ്മുടെ സെലോ ടേപ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പേന തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോരേണ്ടതാണ് സെലോ ടേപ്പ്. ഓക്കെ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സംഭവം ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു കവറും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കളയാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഐറ്റമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഉള്ളിലൊരു ബില്ല് പോലത്തെ ഒരിത് ഇൻവോയ്സ് പോലത്തെ ഒരു സംഭവം കിടപ്പുണ്ട്. നമുക്കിവിടെ മാറ്റി വെക്കാം ബാക്കിയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ ആണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ കുറേ കാലമായി വിചാരിക്കുന്ന ഒരു സെറ്റ് എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഫണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നത് അപ്പോൾ വർക്കാവാത്ത കൊല്ലത്തിലായി. അതാണ് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ഫോൺ എടുത്തതാണ്. നമ്മുടെ 6x64 GB വേരിയൻ്റാണ് എടുത്തേക്കുന്നത്. 64 മെഗാ പിക്സൽ ക്യാമറയൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അതിൻ്റെ മേളിലുള്ള ഒരു കവർ നമ്മൾ ഇത് വലിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. പ്രൊഡക്റ്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ 2 സീലുണ്ട്. ഇൻഫിനിക്സിൻ്റെ 2 സീലുണ്ട്. ഇപ്പോൾ മോഡൽ ഇതൊരു മനസ്സിലാവാത്തവരാരെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10S എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമ്മുടെ ടൈറ്റിലും ഇത് തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിക്കാം. പൊളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ബോക്സ് ഓപ്പൺ ആവാനൊക്കെ ഓപ്പണായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോണാണ് ഫസ്റ്റ് ടൈം തന്നെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഫോൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ വേരിയൻറ്റ് ഐറ്റംസ്. ഫോണിൻ്റെ മുന്നിൽ തന്നെ ഇതേപോലത്തെ ഒരു പച്ച കളറിലൊരു സ്ക്രീനുണ്ട്. പിന്നെ ഫോണിൻ്റെ പുറകിൽ തന്നെ നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ അതിനകത്തൊരു കവറുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ഒരു കവറുണ്ട്. ആ ഒരു കവർ നമ്മൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ ഇത് വരുന്നത്. ബാക്കി എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രാൻഡായിട്ട് വരുന്നൊരു പെട്ടിയാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഒരു ചാർജറാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 വാട്ടിൻ്റെ ചാർജറാണ്. 5 വോൾട്ടിൻ്റെ ചാർജറാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജറിങ്ങുള്ളൊരു ഫോൺ ഇന്ത്യയിൽ 5 വോൾട്ടിൻ്റെ ചാർജർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റിയതാണോ എനിക്കറിയില്ല കറക്റ്റ് ആക്ച്വലി. അതായത് ഈ ഒരു മോഡലിലുള്ള ഫോണിൽ മിക്ക ഇതിനകത്തും വരുന്നതാണ്. ഈ ഒരു 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് 5 വാട്ടാണ്. കറക്റ്റ് ഇത്രയും നമുക്ക് ട്രൈ ചെയ്ത് നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു USB കേബിളാണ് കിട്ടുന്നത്. USB കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് അനങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ USB കേബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു USB കേബിൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ബാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കോംപ്രിഹെൻസീവ് ആപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്രോഷർ പോലത്തെ ഒരു സംഭവം. പിന്നെ ഇവരുടെ ആ ഒരു വാറണ്ടി ഗൈഡ് പോലത്തെ ഒരു സംഭവം. ഒരു വാറണ്ടി കാർഡാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ യൂസർ മാനുവലും നമ്മുടെ ഒരു സിം എജക്റ്റ് ടൂളും കിടക്കുന്നുണ്ട്. സിം എജക്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ എൻഡിങ് ഉള്ള ഒരു സിം എജക്റ്റ് ടൂളാണ് നമുക്ക് കിട്ടിയേക്കുന്നതിൻ്റെ ഒപ്പം. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ യൂസർ മാനുവൽ മാറ്റി വെക്കാം. അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്ലെയിൻ വൈറ്റ് അല്ല പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ഒരു ബാക്ക് കവറാണ് കിട്ടിയേക്കുന്നത്. ബാക്ക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ സാധാരണ കിട്ടുന്ന പോലെ എപ്പോക്സി മറ്റേ സിലിക്കൺ കേസ് അല്ല, അതായത് ബെൻഡ് ചെയ്യാൻ കഴിയില്ല, പ്ലാസ്റ്റിക് കേസാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഗാർഡ് അല്ല ആക്ച്വലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് സ്ക്രീൻ ഗാർഡ് അല്ല, ഒരു സ്ക്രാച്ച് പ്രൊട്ടക്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്തെങ്കിലും താഴെ വന്ന് വീണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചില്ല് പൊട്ടായിരിക്കാനുള്ള ഐറ്റം അല്ല ആക്ച്വലി.
ഇതൊരു ടെമ്പർഡ് ഗ്ലാസ് സ്ക്രീൻ ഗാർഡ്, സ്ക്രാച്ച് റെസിസ്റ്റർ ആണ് ഈ ഒരു സംഭവം ആക്ച്വലി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിനകത്ത് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൺ എടുത്തിട്ട് നമ്മുടെ ഒരു ഫോണിൻ്റെ മേളിലത്തെ പീലൊന്ന് നമുക്ക് കളഞ്ഞ് നമുക്ക് അതിൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്താ വേറെ ഇതാണ് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ പീലും കളഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ സംഭവം ഇതിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനകത്ത് ഓൺ ആവാനുള്ള ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ ഞെക്കി പിടിച്ചപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇൻഫിനിക്സ് എന്ന് പറഞ്ഞൊരു ലോഗോയും എഴുതി കാണിച്ചിട്ട് നമ്മുടെ ഒരു ഫോൺ ബൂട്ട് ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, XOS അതായത് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു XOS എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് 11 സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത്. നമ്മുടെ ഒരു ഫോൺ ഇപ്പോൾ കറൻ്റ് ഓൺ ആയിട്ട് ബാക്കിയുള്ള നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് കൂടി ഉള്ളൂ. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോസൊക്കെയാണ് വന്നിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ എക്സ്റ്റെൻസീവ് ക്യാമറ ടെസ്റ്റ്, ബാക്കിയുള്ള ഐറ്റംസ്, ബാറ്ററി, ഗെയിമിംഗ്, ഡ്രെയിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇനി അടുത്ത 2-3 വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു അൺബോക്സിങ് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.